കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവനാമം എന്നും മഹത്വമുള്ളത് തന്നെയാണ്. ഹല്ലേലൂയ. സർവചരാചരങ്ങളുടെ ഉടമയായ സർവലോക രക്ഷിതാവായ ദൈവം ഹല്ലേലൂയ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് മോചനം കൊടുക്കുന്നതിനായി ഹല്ലേലൂയ കാലഘട്ടങ്ങൾക്ക് മുമ്പ് സ്വർഗം വെടിഞ്ഞ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ ഫലമായി അവൻ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങളെല്ലാം ഏറ്റുവാങ്ങി, ആ പാപത്തെ മുഴുവൻ ഏറ്റുവാങ്ങി. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ബലിയാടായി തീർന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, നമുക്ക് സൗജന്യമായി നൽകിയ രക്ഷാപദ്ധതിയാണ് ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ നടന്നത്. ഹല്ലേലൂയ. അതിനെ അഗണ്യമാക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ട്. ഹല്ലേലൂയ. മനുഷ്യരാശിയുടെ മനുഷ്യവംശത്തിന്റെ മുഴുവൻ പാപങ്ങളെ ചുമന്നുകൊണ്ട് കർത്താവായ യേശു കാൽവരി ക്രൂശിൽ 2024 വർഷക്കാലങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ അവൻ ക്രൂശിതനായി തീർന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ പാപത്തെ അവൻ ഏറ്റുവാങ്ങി. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ അവൻ ബലിയാടായി തീർന്നു. ഹല്ലേലൂയ. അവനേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. മനുഷ്യൻ പാപം മൂലം പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഹല്ലേലൂയ. പാപം മൂലം അവൻ നരകയാതന അനുഭവിക്കാനുള്ള ആ വേദനകളും നരകത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും എല്ലാം കാലങ്ങൾ മനുഷ്യൻ അവിടെ കിടന്ന് നരയിക്കേണ്ട ആ വേദനകൾ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവംശത്തിന്റെ മുഴുവൻ നരയാതനയുടെ വേദനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ബലിയാടായി ത്യാഗമായി തീർന്നു. ഹല്ലേലൂയ. അതാണ് അവനൊരുക്കിയ രക്ഷാമാർഗം. ഹല്ലേലൂയ. മാനവരാശിക്ക് വേണ്ടി കർത്താവായ യേശു ഒരുക്കിയ രക്ഷാ മാർഗം അത് തന്നെയാണ്. ഹല്ലേലൂയ. അതിനെ മനുഷ്യൻ അവഗണിക്കാൻ പാടില്ല എന്നാണ്. ഹല്ലേലൂയ. അവഗണിക്കുന്നവർക്കൊക്കെയും അതിന് ശിക്ഷയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഏറ്റു പറയട്ടെ, പാപപരിഹാരാർത്ഥമായിട്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അവരറിയുന്നതിനായി ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. സർവചരാചരങ്ങളോടും സർവ്വ സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതിന് പ്രകാരം ഇവിടെ ആയിരിക്കുന്ന ഹല്ലേലൂയ എല്ലാ സൃഷ്ടിയോടും ഞങ്ങൾ സുവിശേഷം അറിയിക്കുക. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ ബലിയാടായി തീർന്ന കർത്താവിനെ ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഓർക്കണമേ, മനുഷ്യൻ പാപം മൂലം അവൻ നരകിച്ചു പോകാതിരിക്കുന്നതിനായി, തകർന്നു പോകാതിരിക്കുന്നതിനായി, മനുഷ്യവംശത്തെ രക്ഷിക്കുന്നതിനായി ഹല്ലേലൂയ ദൈവം സ്വർഗം വെടിഞ്ഞ് ഭൂമിയിലേക്ക് അവൻ ദൈവമാണെന്ന് ചിന്തിക്കാതെ ആ സ്വർലോകം വെടിഞ്ഞ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ. ഓർക്കണമേ, തന്റെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയതായതുകൊണ്ട് ദൈവവും മനുഷ്യനായി ജഡരക്തങ്ങളോടുകൂടി തന്നെ, ജഡരക്തത്തോടു കൂടി തന്നെ ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ മക്കൾ ആരും തന്നെ നരകിച്ച് നരകയാതന അനുഭവിക്കാതിരിക്കുവാൻ ആദിലെയുള്ള പാപം മനുഷ്യനിലേക്കുള്ളത് കൊണ്ട് ആ പാപം ഏറ്റുപിടിയാതിരിക്കാൻ ദൈവം മക്കൾക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ ശരീരവും പ്രാണനും മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാര പ്രായശ്ചിത്തമായി തീർന്നു. ഹല്ലേലൂയ. ഓർക്കണമേ, അവനിൽ വിശ്വസിക്കുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. രക്ഷകൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അവന്റെ പേര് യേശു. അവൻ രക്ഷിതാവ്, അവൻ രക്ഷിക്കുന്നവൻ. രക്ഷകനായി ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അവൻ മനുഷ്യനായി വേഷത്തിൽ മനുഷ്യനായി തീർന്നു എന്നാണ്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ മഹിമയോ സ്വർഗത്തിന്റെ സുഖസൗകര്യങ്ങളോ ഒന്നും കണക്കിടാതെ അവൻ മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിലേക്ക് വന്നത് മനുഷ്യവർഗത്തിന്റെ വംശത്തിന്റെ രക്ഷയ്ക്കായിട്ടാണ്. ഹല്ലേലൂയ. ഓർക്കണമേ, നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. മനുഷ്യന്റെ പാപവും അവന്റെ വേദനകളും അവന്റെ എല്ലാവിധമായ പ്രശ്നങ്ങൾക്കും പരിഹാരകനായിട്ടാണ് കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. ഇത് നമുക്കറിയാം.
മനുഷ്യന്റെ പരവിധമായ വർഷങ്ങളുടെ നടുവിൽ നട്ടുതിരികയാണ്. ഹല്ലേലൂയ. അവന്റെ വർഷങ്ങൾക്കൊന്നും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തവണ്ണം മനുഷ്യൻ ഇന്ന് നെട്ടോട്ടം കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. സമരം ചെയ്യും, ഹല്ലേലൂയ. ഉപവാസം ഇരിക്കുന്നു, ഹല്ലേലൂയ. മുഷ്ടിയുദ്ധം നടത്തുന്നു, ഹല്ലേലൂയ. ആരോടൊന്നില്ലാതെ മനുഷ്യൻ പ്രവൃത്തിക്കൊണ്ടേയിരിക്കുന്നു, ഹല്ലേലൂയ. എന്നാൽ അവന്റെ വർഷങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം കണ്ടെത്തുവാൻ കഴിയാതെ വണ്ണം ഇത് മനുഷ്യൻ വളരെയധികം വേദനയിലാണ്. ഹല്ലേലൂയ. പരിഹാരത്തിനായി അവൻ മദ്യപിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മദ്യപാനം ഒരു പരിഹാരകനല്ല. ഹല്ലേലൂയ. മദ്യപിച്ച് ലക്കിട്ട് കിടക്കുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ഓർക്കണമേ, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മാനവരാശി രക്ഷയ്ക്കായി യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയുന്നത്. ഹല്ലേലൂയ. അവൻ രക്ഷകനായതുകൊണ്ടാണ്. ഹല്ലേലൂയ. അവൻ രക്ഷിതാവാണ്. ഹല്ലേലൂയ. മനുഷ്യവംശത്തെ രക്ഷിക്കുന്നതിനായി സ്വർഗം വിടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു, ഹല്ലേലൂയ, അവൻ രക്ഷകൻ തന്നെയാണ്. ഹല്ലേലൂയ. അവൻ രക്ഷിതാവായിരിക്കുന്നത് കൊണ്ടാണ് മാനവവംശത്തെ മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കുന്നതിനായി അവൻ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് അവൻ രക്ഷകൻ എന്ന പേര് വന്നത്. ഹല്ലേലൂയ. വംശത്തെ രക്ഷിക്കുന്നതുകൊണ്ടാണ് അവൻ രക്ഷകൻ എന്നുള്ള പേര് വന്നത്. ഹല്ലേലൂയ. രക്ഷകൻ ഒരു പേര് മറ്റാർക്കുമില്ല. അത് കർത്താവായ യേശുവിന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവായ യേശുവിന് മാത്രമാണ് ആ പേരുള്ളത്, രക്ഷകൻ എന്ന പേര് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പറയട്ടെ, മനുഷ്യന്റെ ഹല്ലേലൂയ, മനുഷ്യൻ അനുഭവിക്കുന്ന അവന്റെ വേദനകൾക്കെല്ലാം പരിഹാരകൻ കർത്താവായ യേശു തന്നെയാണ്. ഹല്ലേലൂയ. ഓർക്കണമേ, നമ്മൾ മറക്കരുത്, മനുഷ്യന്റെ ഹല്ലേലൂയ സർവ്വവിധമായ പ്രശ്നങ്ങൾക്കും പരിഹാരകൻ അവൻ തന്നെയാണ്. അവൻ ജീവൻ കൊടുത്ത മനുഷ്യൻ, അവൻ ജീവൻ ഊതി, ശ്വാസം ഊതി വിട്ടു, മണ്ണ് കൊണ്ട് മെനഞ്ഞെടുത്ത് ശ്വാസം ഊതി വിട്ടു. ആ ശ്വാസം ജീവനായി മനുഷ്യനിൽ പരിണമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ജീവൻ നമ്മുടെ ഭൂമിയിലെ വാസം കഴിയുമ്പോൾ കുറച്ച് കാലങ്ങളേ ഉള്ളൂ നമുക്ക് ഈ ഭൂമിയിൽ. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ ഹല്ലേലൂയ വഴിയരികിൽ നിൽക്കുന്ന പുല്ല് പോലെയുള്ളൂ, പുല്ലിന്റെ ഭംഗി പോലെയുള്ളൂ, അതിലെ പൂ പോലെ. കാറ്റടിക്കുമ്പോൾ പൂ പൊടിഞ്ഞു പോകുന്നു, വെയിൽ കൊള്ളുമ്പോൾ പുല്ല് വാടിപ്പോകുന്നു. ഹല്ലേലൂയ. അതുപോലെയുള്ളൂ നമ്മുടെ ജീവൻ. എന്നാൽ ഓർക്കണമേ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച, സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, ഭൂമിയിലുള്ളതൊക്കെ സൃഷ്ടിച്ച ആ ദൈവത്തെ, ആകാശവും ഭൂമിക്കുടവനായിരിക്കുന്ന കർത്താവിനെ നമ്മൾ മറന്നുപോകരുത് എന്ന് ഞങ്ങൾ പറയുകയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ നമ്മൾ മറന്നുപോകരുത്. അവനാണ് നമ്മുടെ രക്ഷകൻ, അവനാണ് നമ്മളെ സംരക്ഷിക്കുന്നവൻ, അവനാണ് നമുക്ക് ആരോഗ്യം തന്നത്, നമുക്ക് ആയുസ് തന്നത്, ബലം തന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ അധ്വാനിക്കാനുള്ള ബലവും ഹല്ലേലൂയ ആരോഗ്യവും ബുദ്ധിയും എല്ലാം തന്നത് അവൻ ഒരുവൻ മാത്രമാണ്. അവനെ നമ്മൾ മറന്നുപോകരുത്. കർത്താവായ യേശുവിനെ നമ്മൾ മറന്നു പോകരുത്. നമ്മളൊന്ന് തളർന്നു വീടുമ്പോൾ നമ്മുടെ കൈക്ക് പിടിച്ചൊന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, ഒന്ന് പിടിച്ചു വെക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ ആരും ചെയ്യത്തില്ല. നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ ഒന്ന് കൈക്ക് പിടിച്ചൊന്ന് എഴുന്നേൽപ്പിക്കാൻ. ഹല്ലേലൂയ. എന്നാൽ ഒന്ന് വീണാൽ ഹല്ലേലൂയ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് യേശു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മളൊന്ന് കരഞ്ഞാൽ, ഒന്ന് വേദനിച്ചാൽ, നമ്മുടെ കണ്ണുനീര് തുടച്ചാൽ കഴിയുന്ന ഒരുവനുണ്ട്. അവനാണ് യേശു എന്ന് പറയുന്നത്. അവനാണ് രക്ഷകൻ. ഹല്ലേലൂയ. അപ്പോസ്തലർ 4:12 ഇങ്ങനെ പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മാനവരാശി രക്ഷയ്ക്കായി യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഹല്ലേലൂയ. ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. ഞങ്ങളത് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ മാത്രമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ. ഹല്ലേലൂയ. മദ്യപിച്ച് നടന്നൊരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വീട്ടിൽ സ്വസ്ഥയില്ലാതെ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഹല്ലേലൂയ ആർക്കും തന്നെ ഞാൻ വേണ്ടാത്തവനായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ നശിച്ചു പോകാൻ എന്റെ ദൈവം എന്നെ വിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓർക്കണമേ, കർത്താവായ യേശു, ഹല്ലേലൂയ, കർത്താവിനെ ഞാൻ കണ്ടതല്ല, കർത്താവ് എന്നെ കണ്ടതാണ്. ഹല്ലേലൂയ. എന്നെ കൂട്ടി വിളിച്ചു, അവന്റെ കൃപ എന്റെ മേൽ ചൊരിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഓരോരുത്തരിലും അവന്റെ കൃപയുണ്ട്. സർവ്വ ജീവജാലങ്ങൾ അവന്റെ കൃപയുണ്ട്. അവൻ സർവ്വ മനുഷ്യരിൽ അവന്റെ കൃപയുണ്ട്. ഹല്ലേലൂയ. ആ കൃപയാണ് നമുക്ക് രക്ഷാമാർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ. ഓർക്കണമേ, ജീവിതത്തിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ പ്രയാസങ്ങളിലും വേദനകളിലും എല്ലാം നിന്ന് നമ്മളെ രക്ഷിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്ന കർത്താവ് യേശുവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഓർക്കണമേ, മറന്നു പോകരുതേ. മനുഷ്യനെ രക്ഷിക്കുന്ന മനുഷ്യനെ, ഹല്ലേലൂയ, അവന്റെ എല്ലാവിധമായ വിഷമങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരുവൻ അവൻ യേശു മാത്രമാണ്. ഓർക്കണമേ, ഞാൻ പറഞ്ഞ പോലെ ഓരോ കാലഘട്ടങ്ങളിലും ഹല്ലേലൂയ മനുഷ്യൻ ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ ആരിലാണ് രക്ഷ, ആരാണ് സഹായിക്കുന്നത്? ഹല്ലേലൂയ. മക്കളൊക്കെ ഹല്ലേലൂയ എല്ലാം അകന്നു പോകുന്നല്ലോ, മാതാപിതാക്കളുടെ മക്കൾ അകന്നു പോകുന്നല്ലോ. ഹല്ലേലൂയ. പലവിധമായ വിഷമങ്ങളാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാലും ഓർക്കണമേ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോൾ, കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുമ്പോൾ തേനും പാലും ഹല്ലേലൂയ കൊടുത്തവനെ
അവനെ വളർത്തുമ്പോൾ അല്ലെ അവളെ വളർത്തുമ്പോൾ നമ്മൾ ദൈവത്തെ കുറിച്ച് അവനെ ഒന്ന് പഠിപ്പിക്കണം, മക്കളെ ഒന്ന് പഠിപ്പിച്ച് വലുതാക്കണം. ഹല്ലേലൂയ. കുഞ്ഞുനാൾ പോലെ കുട്ടികളെ ദൈവസ്നേഹവും പഠിപ്പിക്കണം നമ്മൾ. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമ്മളോടൊപ്പം നിൽക്കുള്ളൂ. മാതാപിതാക്കളുടെ അനുസരണയിൽ വളരണം. ഹല്ലേലൂയ. ബാലശിക്ഷയും പദ്യോപദേശം കൊടുത്ത് കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ വലുതാകുമ്പോൾ മാതാപിതാക്കളെ ചവിട്ടി ഇറക്കത്തില്ല. ഹല്ലേലൂയ. ആ ദൈവസ്നേഹം കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ഓർക്കണമേ, നമ്മളെ മറന്നു പോകത്തില്ല. ആ ദൈവസ്നേഹത്തിൽ കുട്ടികൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കും, മാതാപിതാക്കളെ സംരക്ഷിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓർക്കണമേ, കാലം തികഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം സംഭവിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിപ്പിന്. ഹല്ലേലൂയ. കാലം തികഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. സമയം നമ്മൾ തക്കത്തിന് വിനിയോഗിക്കണം. ഹല്ലേലൂയ. നാളെയാട്ടെ നാളെയാട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കാതെ ഇത് തന്നെയാണ് തക്ക സമയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാനസാന്തരപ്പെടാൻ ഇന്നാണ് തക്ക സമയം. നമ്മൾ ഇതുവരെ നടന്നിരുന്ന ഹല്ലേലൂയ പല വഴി കൂടെ നമ്മൾ നടന്നു, മദ്യപിച്ച് നടന്നു, ആ കൂട്ടുകാരോട് നടന്നു, നമ്മുടെ ഇഷ്ടമുള്ള വഴികളിലൊക്കെ നമ്മൾ നടന്നു. എന്നാൽ ഓർക്കണമേ, ഹല്ലേലൂയ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന സംഭവങ്ങളൊന്നും കർത്താവ് കണക്കെടുക്കുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ നല്ല സമയമാണ്. ഇപ്പോൾ മാനസാന്തരപ്പെടാൻ പറ്റിയ സമയമാണ്. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഓർക്കണമേ, കാലം തീർന്നിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. ദൈവരാജ്യം സംഭവിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവരാജ്യം സംഭവിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. ഓർക്കണമേ, അഹോരാത്രം 4:14 ഇങ്ങനെ പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മാനവരാശിക്കായി യേശുവിന്റെ നാമമല്ലാതെ മറ്റു നാമമില്ല. ഹല്ലേലൂയ. ഓർക്കണമേ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്ര നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഹല്ലേലൂയ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.